ഹലോ ഗൈസ്, എൻ്റെ പേര് ലിവ്യ അന്ന സെബാസ്റ്റ്യൻ. ഞാനിവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെ യൂണിവേഴ്സലിൽ എത്തിയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിപ്പോൾ ന്യൂ ബാച്ചിലാണ്. ഞങ്ങൾക്കൊരു ജൂണൊക്കെ ആയപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ടായത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാവുന്നത്. ഇവിടുത്തെ ക്ലാസ്സസ് ആയാലും ഫാക്കൽറ്റീസ് ആയാലും AFSR ആയാലും ഇവിടുത്തെ ഓൾ റൊട്ടീൻ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സിലാണ് പഠിത്തമാണ് മെയിൻ. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കുറേ ക്യാരക്ടർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും. ഞാനിപ്പോൾ ഹോസ്റ്റലറാണ്. ഞങ്ങൾക്കിപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇടയ്ക്ക് AFSRൻ്റെ മോട്ടിവേഷൻ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. ചിലപ്പോൾ മെൻ്റലി കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന ഒരു ടൈമിലൊക്കെ ആയിരിക്കും സാറിൻ്റെ കുറേ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ സാറ് പറയുന്ന ഓരോ കാര്യങ്ങളായാലും, ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഹൈലൈറ്റ് ചെയ്ത്, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നത് പല ജില്ലകളിൽ നിന്ന് വന്നവർ, പല കൾച്ചറുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നമുക്ക് അവരായിട്ട് മിങ്കിളാവാനും അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ കുറേ നെഗറ്റീവായിട്ടുള്ള, ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ തന്നെ പലതും എനിക്ക് ഇഷ്ടമല്ലാത്ത ഉണ്ടായിരുന്നു. പലതരം കുട്ടികളാണ് ഹോസ്റ്റലിൽ ഉള്ളത്. അപ്പോൾ പലരുടെയും പല ക്യാരക്ടറാണ്. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും അത് നല്ല ക്യാരക്ടറാണ്, എനിക്കത് ഉൾക്കൊണ്ട എൻ്റെ ക്യാരക്ടറിന് മാറ്റം വരും. അപ്പോൾ അങ്ങനെ എൻ്റെ തന്നെ ക്യാരക്ടർ ഞാൻ കുറേ മാറ്റിയിട്ടുണ്ട് പലരുടെയും നല്ല ക്യാരക്ടേഴ്സൊക്കെ കണ്ടിട്ട്. ഞാനിപ്പോൾ യൂണിവേഴ്സലിൽ എത്തിയപ്പോഴാണ് എങ്ങനെ ശരിക്കും പഠിക്കണം, ഇത് പ്രോപ്പർ വേ എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അതെന്ത് പ്രശ്നം ആയിക്കോട്ടെ, അതുണ്ടെങ്കിൽ നമുക്ക് AFSRനെ പേഴ്സണലായിട്ട് പോയി കാണാം. നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ വാർഡന്മാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വോൾ യൂണിവേഴ്സിൽ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. അത് ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സ്വഭാവത്തിലായാലും പല മാറ്റങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. 10th വരെ ഉണ്ടായിരുന്ന ഞാനല്ല ഇപ്പോൾ ഇവിടെ ഹോസ്റ്റലിൽ വന്ന് അവിടെ താമസിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയി. എൻ്റെ ക്യാരക്ടറിൽ തന്നെ കുറേ മാറ്റങ്ങൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി മെച്യൂർഡ് ആയ പോലെ. ഇപ്പം ഹോസ്റ്റലിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. വീട്ടിലൊക്കെ പാരൻസിനെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചിട്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനോടൊക്കെ യൂസ്ഡ് ആയിട്ട് നമ്മൾ പോലും അറിയത്തില്ല നമ്മൾ മാറുന്നത്. അങ്ങനെ നമുക്കൊരു ചേഞ്ച് ഉണ്ടാകും. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ യൂണിവേഴ്സിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. നമുക്കിവിടെ ഹോസ്റ്റലിൽ കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. ആ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ടൈമിനുള്ളിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനും, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ക്ലെൻലിനെസ്, പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. നല്ല ക്ലാസ്സുകളാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതും ഒക്കെ. പിന്നെ എൻ്റെ റൂംമേറ്റ്സ്, നല്ല കുറേ റൂംമേറ്റ്സിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അവരോട് എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പഠിക്കുന്ന കാര്യങ്ങളായാൽ തന്നെ ആരും അത്ര സെൽഫിഷ് അല്ല. നമുക്ക് എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും അവർ ക്ലിയർ എടുക്കും. ഒരുമിച്ച് കമ്പയർ ചെയ്തിരുന്ന് പഠിക്കാം. ഇപ്പം ഞാനിവിടെ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് 1 കൊല്ലത്തോളം ആവാറായി. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നെല്ലാം കിട്ടിയ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ 10th ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് നീറ്റ് JEE പോലത്തെ എക്സാംസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, യൂണിവേഴ്സിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അതിനിവിടെ പഠിക്കുന്ന ഞങ്ങൾ തന്നെയാണ് ഗ്യാരണ്ടി. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത കൊല്ലം കാണാം. താങ്ക് യു.